നമസ്കാരം. ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ മറുപടിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ വലിയ തെറ്റ് ചെയ്തെന്നും അതിന് വില കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹു പറയുകയാണ്. ജെറുസലേമിൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് മീറ്റിംഗിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ബലമായാണ് മിസൈൽ ആക്രമണം പരാജയപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ് ആയ പ്രതിരോധ സംവിധാനമാണിത്. അമേരിക്കയുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും നെതന്യാഹു പറയുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈലുകൾ എത്തിയിരുന്നത്. ഹമാസ്, ഹിസ്ബുള്ള മേധാവികളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇറാൻ മിസൈലുകൾ വർഷിക്കുമെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുള്ളത്. 100 കണക്കിന് മിസൈലുകൾ അയച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും അവകാശപ്പെടുന്നുണ്ട്. മിസൈൽ ആക്രമണത്തിനുള്ള മറുപടി ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതികരണം. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് നെതന്യാഹു പറയുന്നത്. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാണെന്നും ഇസ്രായേലിന്റെ UN പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകര പ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണ് ഇതെന്നാണ് ഇറാൻ പറയുന്നത്. തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്നും ഇറാൻ പറയുന്നു. സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകും. ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ എന്തെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടും എന്നാണ് US നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക എത്തിയതിന് പിന്നാലെയാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന് ആവശ്യമായ സൈനിക സഹായം നൽകാനും ബൈഡൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇറാന്റെ മിസൈൽ ആക്രമണം തടയാൻ ഇസ്രായേലിനെ സഹായിച്ചതായി പെന്റഗൺ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 12 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വഴി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടുത്തു. മേഖലയിൽ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ ശ്രമങ്ങൾ തുടരും. ഇതിന് മുൻഗണന നൽകുമെന്ന് US ഡിഫൻസ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്നാണ് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറയുന്നത്. ഇസ്രായേലിനെ അമേരിക്കയിലെയും സഖ്യകക്ഷികളും സഹായിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് പ്രതികരണം. അതേസമയം ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിലുള്ളവർ വീടുകളിലും മറ്റുമായുള്ള സുരക്ഷാ ബങ്കറുകളിലേക്ക് മാറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 100-ലധികം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. 180-ലധികം ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജോർദാൻ നഗരങ്ങൾക്ക് മുകളിലൂടെ ഇറാന്റെ മിസൈലുകൾ നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നേരിന്റെ വാർത്തകൾ അറിയാൻ സാഗ് ന്യൂസ് കാണും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.